أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اصبروا وصابروا ورابطوا واتقوا الله لعلكم تفلحون. മാന്യ സഹോദരന്മാരെ, സഹോദരികളെ, വിശുദ്ധ മസ്ജിദുൽ ഹറാമിൽ ഇന്ന് നടന്നതായ ഖുതുബ അൽ മസാജിദ് എന്ന വിഷയത്തെക്കുറിച്ചായിരുന്നു. പള്ളിയും പള്ളി പരിപാലനവും പള്ളിയുമായുള്ള സത്യവിശ്വാസിയുടെ ബന്ധവും അതിൽ നിന്നിട്ട് മുസ്ലിങ്ങൾ ഉൾക്കൊള്ളേണ്ടതായ പാഠവും എന്നീ കാര്യങ്ങളെക്കുറിച്ചായിരുന്നു മക്ക ഇമാമ് ഇന്ന് ചർച്ച ചെയ്തിരുന്നത്. എന്നാൽ നാം പള്ളി എന്ന വിഷയം പറയുമ്പോൾ അള്ളാഹുവിന്റെ വീട്, അള്ളാഹുവിന്റെ വീടുമായി സത്യവിശ്വാസിക്ക് ഉണ്ടാകേണ്ടതായ ബന്ധം, അത് ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഒരു മുഅ്മിൻ സത്യവിശ്വാസി ആവേണമെങ്കിൽ തന്നെ അവൻ പള്ളിയുമായി ബന്ധമുള്ള വ്യക്തിയായി മാറണമെന്നതാണ്. അവൻ പള്ളിയുമായി ബന്ധമില്ലാത്ത രൂപത്തിൽ ഒരു മുസ്ലിമിനെ നമുക്ക് കോലപ്പെടുത്താൻ തന്നെ സാധിക്കുന്നതല്ല. കാരണം നബിയുന മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രബോധനം ആരംഭിച്ച സന്ദർഭത്തിൽ പള്ളിയുമായി ബന്ധപ്പെട്ടിട്ടാണ് വിശുദ്ധ മസ്ജിദുൽ ഹറാമിന്റെ പരിസരത്തിൽ ദഅവത്ത് ആരംഭിച്ചത്. എന്നിട്ട് ഹിജ്റ വന്ന ശേഷം മദീനയിൽ മസ്ജിദ് ഖുബയിൽ കൂടി മസ്ജിദ് ഖുബ സ്ഥാപിച്ചുകൊണ്ട് അവിടെയും പ്രബോധനം ആരംഭിക്കാൻ വേണ്ടി അതിന് മാനദണ്ഡമാക്കിയതും അല്ലെങ്കിൽ അതിന് ആധാരമാക്കിയതും പള്ളിയും പള്ളിയിലൂടെയുമാണ്. അതുപോലെ തന്നെ മസ്ജിദ് നബവിയിലേക്ക് വന്ന ശേഷം അഥവാ മദീനയിലേക്ക് കടന്ന ശേഷം മദീനയിലും മസ്ജിദ് നബവി സ്ഥാപിച്ച് അതിനെ ആധാരമാക്കിയുമുണ്ടായിരുന്നു മദീനയിലും നടന്നതായ പ്രബോധനങ്ങൾ. അപ്പോൾ ഇസ്ലാം, ഒരു മുസ്ലിം, ഈമാൻ, മോമിൻ എന്ന് പറയുമ്പോൾ അവൻ പള്ളിയുമായി ബന്ധപ്പെട്ടിട്ടായിരിക്കണം അവന്റെ ജീവിതം ഉണ്ടായിരിക്കേണ്ടത് എന്നർത്ഥം. അതുകൊണ്ട് തന്നെ റബ്ബുൽ ഇസ്സത്ത് ജല്ല ജലാലുഹു പള്ളിയുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്ന സത്യവിശ്വാസിക്ക് പരലോകത്തിൽ അവന്റെ അർശിന്റെ തണലിൽ തണലിട്ട് കൊടുക്കുമെന്ന് നബിയുന മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വാഗ്ദാനം ചെയ്തതായ സന്തോഷ വാർത്തയെ കുറിച്ച് ചൊല്ലിയും കൊണ്ടായിരുന്നു മക്ക ഇമാം സംസാരിക്കാൻ ആരംഭിച്ചത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, അലാ അദുല്ലുക്കും അലാ മാ യംഹു ബിഹിൽ ഖതായ, നിങ്ങളുടെ പാപങ്ങൾ മുഴുവനും പുറത്തു കിട്ടാനുള്ള രൂപവും മാർഗവും ജോലിയും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെയോ? ഇസ്ബാഹുൽ വുദൂഇ അലൽ മകാരിഹ്, പ്രയാസമുള്ള സന്ദർഭത്തിൽ വരെ ആ പ്രയാസത്തെ ദൂരം നിർത്തിയും കൊണ്ട് വുദു പിടിക്കുക. അല്ലാഹു സുബ്ഹാനഹു വതആല കൽപ്പിച്ച രൂപത്തിൽ പരിപൂർണ രൂപത്തിലുള്ള വുദു പിടിക്കുക. വകസറത്തുൽ ഖുതാ ഇലൽ മസാജിദ്, പള്ളിയിലേക്ക് പോകുന്ന ആ ചവിട്ട് നടക്കുന്ന സ്ഥലം അത് വർദ്ധിപ്പിക്കുക. അഥവാ പള്ളിയിലേക്ക് പോവുകയും വരികയും ചെയ്തുകൊണ്ടേയിരിക്കുന്ന ആ സന്ദർഭത്തിൽ ലഭിക്കുന്ന ആ പ്രത്യേകതകൾ അവന് നേടിയെടുക്കാൻ വേണ്ടി തന്നെയാണ്. അപ്രകാരം തന്നെ അപ്പോൾ നമ്മുടെ പാപങ്ങൾ പുറത്ത് കിട്ടാനുള്ള മാർഗങ്ങൾ ഞാൻ പറഞ്ഞു തരട്ടെയോ എന്ന് ചോദിച്ച ശേഷമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ കാര്യങ്ങൾ എണ്ണുന്നത്. മൂന്നാമതായിട്ട് ഒരു നമസ്കാരം കഴിയുമ്പോൾ മറ്റൊരു നമസ്കാരത്തെ പ്രതീക്ഷിച്ചിരിക്കുകയും ചെയ്യുക. ഇത് തന്നെയാണ് യഥാർത്ഥത്തിൽ റിബാത്ത് എന്ന് നബിയുനാ മുഹമ്മദ് റസൂലുള്ളാഹി പറയുന്നു. റിബാത്ത് എന്ന് പറഞ്ഞാൽ പ്രതിരോധ സന്നദ്ധരായിരിക്കുക എന്നതാണ് റിബാത്ത് എന്നതിന്റെ അർത്ഥം. അഥവാ ഇസ്ലാമാകുന്ന ഈ നിയമത്തെ നടപ്പാക്കുന്ന ഭരണകൂടത്തിന്റെ സംരക്ഷണത്തിന് വേണ്ടി നിൽക്കുന്നതായ ആ പട്ടാളക്കാരും അതുപോലെ തന്നെ പ്രതിരോധത്തിന് വേണ്ടി കാത്തിരിക്കുന്ന ഉറക്കൊഴിഞ്ഞിരിക്കുന്ന വിഭാഗവും ആരാണ്? ആ വിഭാഗം ചെയ്യുന്ന ജോലിയുടെ പേരാണ് റിബാത്ത്. ആ റിബാത്തിന്റെ സ്ഥാനത്താണ് എന്ത്? നമസ്കാരത്തെ കാത്തുകൊണ്ടേയിരിക്കുക. ഒരു നമസ്കാരം കഴിഞ്ഞാൽ മറ്റൊരു നമസ്കാരത്തെ പ്രതീക്ഷിച്ചുകൊണ്ടേയിരിക്കുക. ഇതൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുമ്പോൾ അതിന്റെ തുടക്കത്തിൽ തന്നെ അലാ അദുല്ലുക്കും അലാ മാ യംഹു ബിഹിൽ ഖതായ, നിങ്ങളുടെ പാപങ്ങളെല്ലാം നിങ്ങൾക്ക് പുറത്തു തരാൻ മാധ്യമമായി മാറുന്ന, മാർഗമായി മാറുന്നതായ ഒന്ന് ഞാൻ പറഞ്ഞു തരട്ടെയോ എന്നാണ് ചോദിച്ചത്. അപ്രകാരം തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി. നിങ്ങൾ ഈ കേട്ടതായ ഹദീസ് സഹീഹ് മുസ്ലിമിൽ റിപ്പോർട്ട് ചെയ്തതാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഇദാ റഅയ്തുമുർ റജുല യഅതാദുൽ മസാജിദ, ഒരു മനുഷ്യൻ പള്ളിയുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്ന കണ്ടാൽ പള്ളിയിൽ നമസ്കാര സമയത്ത് വരികയും അവൻ നമസ്കാര സമയത്ത് പള്ളിയിൽ ഉണ്ടാവുകയും ജമാഅത്തോടുകൂടി നമസ്കരിക്കുകയും ചെയ്യുന്നതായ കാര്യത്തിൽ നിർബന്ധം പുലർത്തുന്നതായിട്ട് കണ്ടാൽ ഫശ്ഹദൂ ലഹു ബിൽ ഈമാൻ, അവൻ സത്യവിശ്വാസിയാണ് എന്ന് അവന് നിങ്ങൾ സാക്ഷി നിൽക്കുക എന്ന് നബിയുനാ മുഹമ്മദ്
മുഹമ്മദ് റസൂലുള്ളാഹി പറഞ്ഞതായി തുർമുദി റിപ്പോർട്ട് ചെയ്യുന്നതായ ഹസനായ ഹദീസിൽ കാണുന്നു. അപ്രകാരം തന്നെ ബശ്ശിരിൽ മശ്ശാഈന ബിൽദുലമി ഇലൽ മസാജിദി ബിന്നൂരി താമി യൗമൽ ഖിയാമ, ഇരുളുള്ള സമയത്ത് അഥവാ സുബ്ഹ നമസ്കാരത്തിനൊക്കെ അള്ളാഹുവിന്റെ പള്ളിയിലേക്ക്, അള്ളാഹുവിന്റെ വീടുകളിലേക്ക് നടന്നു പോകുന്നതായ വിഭാഗത്തിന് നിങ്ങൾ സന്തോഷവാർത്ത നൽകൂ റസൂലേ. അവർക്ക് പരിപൂർണ പ്രകാശം, പരലോകത്തിൽ പ്രകാശമില്ലാത്ത സന്ദർഭമാകുന്ന അഥവാ അള്ളാഹുവിന്റെ കൽപ്പന ധിക്കരിച്ചുകൊണ്ട് ജീവിച്ച, ശിർക്ക് ചെയ്തുകൊണ്ട് ജീവിച്ച, അള്ളാഹു ഇറഞ്ഞ ലൈനിൽ കൂടി നടക്കാത്ത വിഭാഗത്തിന് പരലോകത്തിൽ ഇരുളായിരിക്കും. ഖബറിൽ നിന്നിട്ട് പുറത്തു വന്നയിടം മുതൽ അവൻ നരകത്തിലേക്ക് വരേക്കും അവൻ ഇരുളിൽ മുഴുകുന്ന സമയമാണ്. ആ സന്ദർഭത്തിൽ പ്രകാശം അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകൽ ആർക്കായിരിക്കും? സത്യവിശ്വാസികൾക്കായിരിക്കും. ആ പ്രകാശം നൽകുന്നവരിൽ നിന്നിട്ട് ഇരുളുള്ള സമയത്തിൽ പള്ളിയിലേക്ക് നടന്നു പോയവർക്ക് പ്രകാശം ലഭിക്കുമെന്നതായ സന്തോഷ വാർത്ത റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് നൽകുന്ന സഹീഹ് ഹദീസും മക്ക ഇമാമിൽ നടത്തിയ കൂട്ടത്തിൽ കാണാം. മാ തവത്തന റജുലുൻ മുസ്ലിമുൻ അൽ മസ്ജിദ ലിസ്സലാത്തി വദ്ദിക്രി ഇല്ലാ ബശ്ബശ അല്ലാഹു ലഹു കമാ തബശ്ബശ അഹ്ലുൽ ഗായിബി ബിഗായിബിഹിം എന്ന ഹദീസും ഇന്ന് മക്ക ഇമാം ഓതിയതായ കൂട്ടത്തിൽ കാണാം. അഥവാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഒരു മുസ്ലിം പള്ളിയുമായി ബന്ധപ്പെടുന്ന സന്ദർഭത്തിൽ സംഭവിക്കുന്നത് എന്താണ്? നമസ്കരിക്കാൻ വേണ്ടിയും അള്ളാഹുവിന്റെ സ്മരണ നിലനിർത്താൻ വേണ്ടിയും ഖുർആൻ പാരായണം ചെയ്യാൻ വേണ്ടിയും അള്ളാഹുവിനെ ഓർക്കാൻ വേണ്ടിയും പള്ളിയിലേക്ക് ചെന്നുകൊണ്ടേയിരിക്കുന്ന സന്ദർഭത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അവനോട് ചിരിക്കുന്നു, അഥവാ സന്തോഷിക്കുന്നു, ആഹ്ലാദിക്കുന്നു. അള്ളാഹുവിന് ഇഷ്ടമാണ്. അത് അള്ളാഹുവിന്റെ ജലാലിനോട്, അളമത്തിനോട് യോജിക്കുന്ന രൂപത്തിലുള്ളതായ ശരിയാണ്. നമുക്കതിനെ കൊലപ്പെടുത്താൻ സാധിക്കുന്നതല്ല. പക്ഷെ അള്ളാഹു ഇഷ്ടപ്പെടുന്ന വ്യക്തിയായി മാറുമെന്ന അർത്ഥത്തിലേക്ക്, ഏതുപോലെ നാട് വിട്ടുപോയതായ ഒരു വ്യക്തി, കുടുംബ മെമ്പർ നാട്ടിലേക്ക് വീണ്ടും മടങ്ങി വരുമ്പോൾ കുടുംബക്കാരെ എങ്ങനെയാണ് സന്തോഷിക്കുക? അതിനേക്കാളും കൂടുതലായി അള്ളാഹു സുബ്ഹാനഹു വ തആല സത്യവിശ്വാസി പള്ളിയിലേക്ക് വന്നുകൊണ്ടേയിരിക്കുന്ന സന്ദർഭത്തിൽ സന്തോഷം അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രകടിപ്പിക്കുന്ന രൂപത്തെക്കുറിച്ച് അള്ളാഹുവിന്റെ റസൂൽ സന്തോഷ വാർത്ത നൽകിയതായ ആ ഹദീസിനെയും ഇന്ന് മക്ക ഇമാം ഓതുകയുണ്ടായി. ഇതെല്ലാം യഥാർത്ഥത്തിൽ കുറിക്കുന്നത് പള്ളിയുടെ പ്രത്യേകതയാണ്. മലക്കുകൾ ഏത് സമയത്തും ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്ന ഒരു സ്ഥലമാണ് പള്ളി എന്ന് പറഞ്ഞാൽ. അതുകൊണ്ട് തന്നെ റബ്ബുൽ ഇസ്സത്തി ജല്ല ജലാലുഹു ഖുർആനിൽ ഖുർആനൽ ഫജ്രി ഇന്ന ഖുർആനൽ ഫജ്രി കാന മശ്ഹൂദ എന്ന ആ അല്ലാഹുവിന്റെ കലാമിൽ കൂടി ഫജ്ർ നമസ്കാരത്തിലേക്ക് നാം ചെല്ലുമ്പോൾ അത് ഖുർആൻ വർദ്ധിപ്പിക്കുന്ന നമസ്കാരമായതുകൊണ്ട് അതിൽ മലക്കുകളുടെ സാന്നിധ്യം പ്രത്യേകം ഉണ്ടാകുമെന്ന സന്തോഷ വാർത്ത അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ നൽകിയതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളോട് വടക്ക് വാസനയുമായ പള്ളിയിലേക്ക് ചെല്ലരുത്, ഉള്ളി പോലത്തതായ വസ്തുക്കൾ നിങ്ങൾ തിന്നിട്ട് ദുർഗന്ധമുണ്ടാകുന്ന രൂപത്തിൽ പള്ളിയിൽ ചെല്ലരുത് എന്ന് പറയുന്ന സന്ദർഭത്തിലും ഉപയോഗിച്ചതായ പദം എന്താണ്? ഇന്നൽ മലായികത തതഅദ്ദാ ബിമാ യതഅദ്ദാ മിൻഹു ബനു ആദം. ആദമിന്റെ സന്തതികൾ എന്തിൽ നിന്നെല്ലാം പ്രയാസപ്പെടുന്നു അതിൽ നിന്നെല്ലാം മലക്കുകളും പ്രയാസപ്പെടുന്നു എന്നതാണ്. അപ്പോൾ മലക്കുകളുടെ സാന്നിധ്യം അവിടെ പള്ളിയിൽ ഉണ്ടാകുന്നത് കൊണ്ട് തന്നെ പള്ളിയിലേക്ക് പോകുന്ന സമയത്ത് നല്ല വാസനയുമായിട്ടാണ് പോകേണ്ടത് എന്ന് മാത്രമല്ല, ദുർഗന്ധമുള്ള സർവ്വവാസനയും ദൂരപ്പെടുത്തേണ്ടതാണ് എന്ന ആ വാക്കിൽ നിന്നിട്ട് നമുക്ക് മലക്കുകൾ പള്ളിയിലേക്ക് വരുമെന്നതായ ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉണർത്തിയതായ തത്വം നമുക്ക് ആ ഹദീസിലൂടെ സ്ഥിരീകരിക്കപ്പെട്ടതായിട്ട് കാണാം. അതിനു മുമ്പ് ഞാൻ നിങ്ങളെ കേൾപ്പിച്ച ഖുർആനിന്റെ ആയത്തും അതിന്റെ തെളിവാണെന്ന് ഞാൻ പറഞ്ഞുവല്ലോ. അതെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വല്ലപ്പോഴും യാത്ര ചെയ്ത് കഴിഞ്ഞാൽ യാത്രയിൽ നിന്നിട്ട് മടങ്ങി വന്ന് വീട്ടിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് നബിയുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പള്ളിയിൽ ചെന്ന് 2 റക്അത്ത് നമസ്കരിച്ചിട്ടായിരിക്കും വീട്ടിലേക്ക് ചെല്ലാറുള്ളത് എന്നതാണ് നമുക്ക് നബിയുടെ ചരിത്രത്തിൽ കാണാൻ സാധിക്കുന്നത്. അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, അഹബ്ബുൽ ബിഖാഇ ഇലല്ലാഹി, അല്ലാഹുവിന്റെ ഭൂമികളിൽ ഏറ്റവും ഇഷ്ടമുള്ളതായ സ്ഥലം മസാജിദുഹ, ആ ഭൂമിയിലുള്ളതായ പള്ളികളാണെന്നതാണ്. അപ്പോൾ ഭൂമിയിലുള്ളതായ പള്ളികൾ അള്ളാഹുവിന് മാത്രം വിളിച്ച് പ്രാർത്ഥിക്കാൻ, അള്ളാഹുവിന് മാത്രം ആരാധിക്കാൻ, അള്ളാഹുവിന് മാത്രം നേർച്ചയാക്കാൻ, അള്ളാഹുവിന് വേണ്ടി മാത്രമുള്ളതായ ആരാധനകൾ മുഴുവൻ സമർപ്പിക്കാനുള്ളതായ ഒരു കേന്ദ്രമാണ് പള്ളി എന്നതുകൊണ്ട് പള്ളിയെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഭൂമിയിലുള്ളതായ സ്ഥലങ്ങളിൽ ഏറ്റവും ഇഷ്ടമുള്ള സ്ഥലമാക്കി മാറ്റി എന്നതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. അഹബ്ബുൽ ബിഖാഇ ഇലല്ലാഹി മസാജിദുഹ, ഭൂമിയിലുള്ളതായ സ്ഥലങ്ങളിൽ നിന്നിട്ട് ഏറ്റവും അള്ളാഹ്ക്ക് ഇഷ്ടമുള്ള സ്ഥലം അത് ഭൂമിയിലുള്ളതായ പള്ളികളാണ് എന്നതാണ്.
അതുപോലെ തന്നെ ഭൂമിയിൽ ഏറ്റവും അല്ലാഹുവിന് വെറുപ്പുള്ള സ്ഥലം ആ ഭൂമിയിലുള്ളതായ പട്ടണങ്ങളാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൂട്ടിച്ചേർക്കുന്നു. കാരണം പട്ടണങ്ങളിലാണ് വിപത്തുകളും അപകടങ്ങളും കുഴപ്പങ്ങളും അപ്രകാരം തന്നെ വക്കാണങ്ങളും എല്ലാ ഷർറും ഉടലെടുക്കലും പിശാചിന്റെ ഷർറിന്റെ പതാക നാട്ടിയും കൊണ്ട് ഷെറിലേക്ക് ജനങ്ങളെ ക്ഷണിക്കുന്നതായ സ്ഥലമാണ്. നിർബന്ധിതാവസ്ഥയിൽ മാത്രമല്ലാതെ കച്ചവടം ചെയ്യുവാനും അതുപോലെ തന്നെ അവിടെ വിൽക്കപ്പെടുന്ന സാധനം വാങ്ങുവാനുമുള്ളതായ ആവശ്യത്തിന് വേണ്ടിയല്ലാതെ പട്ടണത്തിലേക്ക് പോകലും അവിടെ കറങ്ങലും ഒഴിവാക്കണം എന്ന തത്വമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരുടെ ഉമ്മത്തിനെ അഥവാ നമ്മെ പഠിപ്പിച്ചത് നമുക്കറിയാം. എന്നാൽ ഈ പ്രത്യേകത അഥവാ പള്ളിയുടെ പ്രത്യേകത ഇതെല്ലാം ഇന്ന് മക്ക ഇമാം പറഞ്ഞതോടൊപ്പം അല്ലാഹു വിശുദ്ധ ഖുർആനിൽ അലീമിൽ പള്ളിയെ കുറിച്ച് സംസാരിച്ചതായ ഇന്നമാ യഅമുറു മസാജിദല്ലാഹി മൻ ആമന ബില്ലാഹി വൽ യൗമിൽ ആഖിരി വഅഖാമസ് സ്വലാത്ത വആതസ് സകാത്ത വലം യഖ്ശ ഇല്ലല്ലാഹ് ഫഅസാ ഉലൈക അൻ യകൂനു മിനൽ മുഹ്തദീൻ എന്ന ആയത്തും കൂടി ഓതുകയുണ്ടായി. ഇന്നമാ യഅമുറു മസാജിദല്ലാഹ് അല്ലാഹുവിന്റെ പള്ളികളെ ഇമാറത്ത് നടത്തുന്ന വിഭാഗം, അതിനെ പരിപാലിക്കുന്ന വിഭാഗം, അതിനെ കെട്ടുന്നവർ മാത്രമല്ല, ആ പരിപാലിക്കുക എന്ന വിശാലമായ അർത്ഥത്തിൽ നമസ്കാരത്തിലൂടെ അതിനെ ഹയാത്താക്കുന്നവർ അതിൽ പെടുന്നു. ദിക്റുകളിലൂടെ ഖുർആൻ പാരായണം ചെയ്യലിലൂടെ ഹയാത്താക്കുന്നവർ അതിൽ പെടുന്നു. അള്ളാഹുവിന്റെ വിധി വിലക്കുകളെ അവിടെ പറഞ്ഞു കൊടുക്കുക എന്ന ദർസ് നടത്തുക അതെല്ലാം ചെയ്യുന്നവരും അതിൽ പെടുന്നു. അപ്രകാരം തന്നെ ആ പള്ളിയെ സ്ഥാപിക്കപ്പെട്ടതായ നമസ്കാരത്തിന് വേണ്ടി അവിടെ വന്നുകൊണ്ടും പോയിക്കൊണ്ടിരിക്കുന്നവർ അതിൽ പെടുന്നു. ആ പള്ളിയെ സ്ഥാപിക്കാൻ വേണ്ടി പരിപാലിക്കാൻ വേണ്ടി അതിനു വേണ്ട ഒത്താശകൾ ചെയ്തു കൊടുക്കാൻ വേണ്ടി പരിശ്രമിക്കുന്നവരെല്ലാം അതിൽ പെടുന്നു. അതാണ് ഈ കാര്യങ്ങൾ ചെയ്യേണ്ടവരാരാണ്? ഇന്നമാ യഅമുറു മസാജിദല്ലാഹി മൻ ആമന ബില്ലാഹി വൽ യൗമിൽ ആഖിർ, അല്ലാഹുവിലും പരലോകത്തിലും വിശ്വസിക്കുന്നവരായിരിക്കണം ഇത് ചെയ്യേണ്ടത്. അഥവാ ഈ നിബന്ധന വെക്കാത്തവർക്ക് അതിന് അർഹതയില്ല എന്ന് പറയും പോലെ, ഏത് നിബന്ധന? അള്ളാഹുവിനെ മാത്രം വിളിച്ച് പ്രാർത്ഥിക്കുന്ന, അള്ളാഹുവിനെ മാത്രം ആരാധിക്കുന്ന, അള്ളാഹു നൽകേണ്ടതായ എല്ലാ അവകാശങ്ങളും നൽകുന്ന, അള്ളാഹുവിന്റെ കൽപ്പന അനുസരിച്ച് ജീവിക്കുന്ന മൻ ആമന ബില്ലാഹ്, അതുപോലെ തന്നെ പരലോകത്തിൽ വിശ്വസിക്കുന്ന സത്യവിശ്വാസികളാണ് പള്ളി പരിപാലനം നടത്തേണ്ടത്. പള്ളി പരിപാലനം നടത്തേണ്ടതും നടത്തുന്നവരും അവരാണ് എന്ന ശൈലിയാണ് റബ്ബുൽ ഇസ്സത്തി ജല്ല ജലാലുഹു ഉപയോഗിക്കുന്നത്. ഇന്നമാ യഅമുറു മസാജിദല്ലാഹി മൻ ആമന ബില്ലാഹി വൽ യൗമിൽ ആഖിരി വഅഖാമസ് സ്വലാത്ത വആതസ് സകാത്ത എന്ന് മാത്രമല്ല, നമസ്കാരം കൃത്യമായി നിലനിർത്തുന്നവരും അതുപോലെ തന്നെ സകാത്ത് കൊടുക്കുന്നവരും ഇവരൊക്കെയാണ് പള്ളിയുമായി ബന്ധപ്പെടേണ്ടവരും. പള്ളിയിൽ കൃത്യമായിട്ട് നമസ്കരിക്കുന്നവർക്കും പള്ളിയുമായി ബന്ധപ്പെടുന്നവർക്കും അള്ളാഹുവിനെ മാത്രം വിളിച്ച് പ്രാർത്ഥിക്കുന്നവർക്കും മാത്രമാണ് പള്ളി പരിപാലിക്കുവാനും പള്ളിയുടെ കമ്മിറ്റി പ്രസിഡന്റ് ആകുവാനും പള്ളിയുടെ നേതൃത്വം വഹിക്കുവാനും പള്ളിയിൽ ഇമാമാവുവാനും പള്ളിയിൽ ഖത്തീബാവുവാനും പള്ളിയിൽ മുഅദ്ദിനാവുവാനും എല്ലാറ്റിനും അർഹപ്പെട്ട ആൾ എന്നുകൂടി ഈ ആയത്തിൽ സൂചനയുണ്ട്. അപ്പോൾ ഇവരെല്ലാം ശ്രദ്ധിക്കേണ്ടതാണ്. അള്ളാഹുവിന്റെ പള്ളിയെ പരിപാലിക്കാൻ വേണ്ടി അള്ളാഹു സെലക്ട് ചെയ്തതായ ആ വിഭാഗത്തിൽ പെട്ടാളാണോ ഞാൻ എന്ന് പള്ളിയുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്നവർ ശ്രദ്ധിക്കണം എന്നർത്ഥം. എന്നാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ പ്രത്യേകതയെല്ലാം നൽകിയതായ ആ പള്ളിയെ കുറിച്ച് ഇന്ന് മക്ക ഇമാമ് മുഖവര നൽകിയതിനു ശേഷമാണ് വിശുദ്ധ മസ്ജിദുൽ ഹറാമിലേക്ക് അദ്ദേഹം ചെല്ലുന്നത്. അഥവാ അദ്ദേഹം മക്കയിൽ മസ്ജിദുൽ ഹറാമിൽ വെച്ചിട്ട് ഖുത്ബ ഓതുന്ന സന്ദർഭത്തിൽ മസ്ജിദുൽ ഹറാമിന്റെ ഹിസ്റ്ററിയിലേക്ക് ചെല്ലുകയാണ്. എന്നിട്ട് അവിടെ ഇന്ന അവല ബൈത്തുൻ ഉദിഅ ലിന്നാസ്, ആദ്യമായിട്ട് ലോകത്തിന് വേണ്ടി സ്ഥാപിക്കപ്പെട്ടതായ വീട്, ലല്ലദീ ബിമക്കത്ത, മക്കയിലുള്ളതായ വീട്, മുബാറക, പവിത്രതയുള്ളതായ വീട്, വഹുദൽ ലിൽ ആലമീൻ, ജനരാശിക്ക് ലോകർക്കാസകലം സന്മാർഗമായി അള്ളാഹു സ്ഥാപിച്ചതായ അള്ളാഹുവിന്റെ വീട്. അള്ളാഹുവിന്റെ വീട്ടിനെ കുറിച്ചാണ് റബ്ബുൽ ഇസ്സത്തി ജല്ല ജലാലുഹു ചർച്ച ചെയ്ത ആയത്തിലേക്കാണ് പിന്നെ മക്ക ഇമാമ് വിശദീകരിക്കാൻ വേണ്ടി ചെന്നത്. അങ്ങനെ വിശദീകരിച്ചു കൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ അദ്ദേഹം പറയുകയുണ്ടായി, ഒമൻ ദഖലഹു കാന ആമിന, അള്ളാഹുവിന്റെ വാക്ക്, ആ വിശുദ്ധ മസ്ജിദുൽ ഹറാമിലേക്ക് ഒരാള് പ്രവേശിച്ചു കഴിഞ്ഞാൽ അവൻ സുരക്ഷിതത്വമുള്ള ആളായി മാറി, സുരക്ഷിതത്വമുള്ള ആളായി മാറി. അപ്പോൾ സുരക്ഷിതത്വമുള്ള ആളായി മാറാൻ വേണ്ടി മക്കയിലേക്ക് ഹജ്ജിന് വേണ്ടിയും മക്കയിലേക്ക് ഉംറയ്ക്ക് വേണ്ടിയും മസ്ജിദുൽ ഹറാമിലേക്ക് നമസ്കരിക്കാൻ വേണ്ടിയും വരുന്ന വിഭാഗം വരുന്ന സന്ദർഭത്തിൽ അവിടെ സുരക്ഷിതത്വം വേണം. ആ സുരക്ഷിതത്വം ഇല്ലാത്ത സന്ദർഭത്തിൽ അവിടെ ജനങ്ങൾക്ക് പേടിയാണ്. അദ്ദേഹത്തിന് രോഗമുണ്ട്, ഇദ്ദേഹത്തിന് രോഗമുണ്ട്, അവിടെ പ്രയാസമുണ്ട്, നമുക്ക് എങ്ങനെയാണ് ഹജ്ജ് ചെയ്യാൻ പറ്റുക, നാം ഹജ്ജ് ചെയ്താൽ നമുക്ക് മാരകമായ രോഗം പിടിപെട്ടു പോകുമോ എന്ന പേടി ഉണ്ടാകുന്നതായ ചുറ്റുപാട്.
എന്ന അന്തരീക്ഷം ഉണ്ടാവുക ശരിയല്ല എന്ന് ഇവിടുത്തെ ഗവൺമെന്റ് മുസ്ലിം ലോക പണ്ഡിതന്മാരുടെ അനുവാദത്തോടു കൂടിയും സമ്മതത്തോടു കൂടിയും മനസ്സിലാക്കിയത് കാരണത്താൽ ഈ വർഷം മസ്ജിദുൽ ഹറാമിലേക്ക് അള്ളാഹുവിനെ ലക്ഷ്യം വെച്ചുകൊണ്ട് ഹജ്ജിന് വേണ്ടി വരുന്നതായ ഹാജിമാരിൽ നിന്നിട്ട് വിദേശികൾക്ക് അഥവാ സൗദി അറേബ്യയുടെ പുറത്ത് ജീവിക്കുന്നതായ വിദേശികൾക്ക് ഹജ്ജ് തൽക്കാലം നിർത്തിവെച്ചതായിട്ട് ഈ ഗവൺമെന്റ് പ്രഖ്യാപിച്ച പ്രഖ്യാപനത്തെ കുറിച്ചായിരുന്നു പിന്നെ മക്ക ഇമാം ചർച്ച ചെയ്തത്. കാരണം ആ പ്രഖ്യാപനം ഉണ്ടായത് തന്നെ എന്തിനു വേണ്ടിയാണ്? ലോകത്തിൽ നിന്നിട്ട് വരുന്നതായ ഹാജിമാരുടെ സംരക്ഷണത്തിന് വേണ്ടിയാണ്. ഹാജിമാർ ഇവിടെ വന്നു കഴിയുമ്പോൾ അവർക്ക് മാരകമായ രോഗം പിടിപെടരുത്. കാരണം അവർ വരുന്ന നാട്ടിലും രോഗമുണ്ടായിരിക്കാം, ഇവിടെ വരുമ്പോൾ വരുന്ന സ്ഥലത്തും രോഗമുള്ളവർ വന്നിരിക്കാം. ഈ രണ്ടും തടയപ്പെട്ടതാണ് ഇസ്ലാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായ ആ പ്രവചനത്തിന് മക്ക ഇമാം ഉണർത്തുകയുണ്ടായി. എവിടെയെങ്കിലും പകർച്ചവ്യാധി ഉണ്ടെങ്കിൽ നിങ്ങൾ അവിടെ ചെല്ലരുത്, എവിടെയെങ്കിലും പകർച്ചവ്യാധി ഉണ്ടെങ്കിൽ അവിടുന്ന് നിങ്ങൾ പുറത്തു പോവുകയും ചെയ്യരുത്. ഇത് രണ്ടും നടപ്പാക്കാനുള്ളതായ ചുറ്റുപാടാണ് യഥാർത്ഥത്തിൽ ഹജ്ജ് ഈ വർഷത്തേക്ക് തൽക്കാലമായി വിദേശികൾക്ക് അഥവാ സൗദി അറേബ്യയിൽ നിന്നിട്ട് പുറമെന്ന് വരുന്നവർക്ക് സ്റ്റോപ്പാക്കിയതിലൂടെ സംഭവിച്ചത്. അതുകൊണ്ട് അത് പണ്ഡിതന്മാരുടെ അനുവാദത്തോടു കൂടിയും ഇവിടുത്തെ പണ്ഡിതന്മാർ മാത്രമല്ല ലോക നേതാക്കളിൽ നിന്നിട്ട് ലോക പണ്ഡിതന്മാരിൽ നിന്നിട്ട് മുസ്ലിം പണ്ഡിതന്മാരിൽ നിന്നിട്ട് പലരുടെയും സപ്പോർട്ടുകൾ ഈ വിഷയത്തിൽ ലഭിച്ചതായിട്ട് നാം വാർത്താവിനിമയ കേന്ദ്രങ്ങളിലൂടെ വായിക്കാൻ സാധിക്കുന്നു നമുക്ക്. അപ്പോൾ ഈ സംഭവിച്ചത് ഇത് പുത്തനല്ല. മക്ക ഇമാം പറഞ്ഞതിന്റെ കൂടെ ഞാൻ കൂട്ടിച്ചേർക്കുന്നു. പരിശോധിച്ച് നോക്കിയാൽ കാണാം, നെറ്റിൽ കൂടി നിങ്ങൾ കടന്നു നോക്കുക, 40ഓളം തവണ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ നുബുവത്ത് കിട്ടിയ ഇടം മുതൽ ഇന്ന് വരെ, ഹജ്ജ് നിർബന്ധമായ ഇടം മുതൽ ഇന്ന് വരെ പരിശോധിച്ചാൽ ഏകദേശം 40ഓളം തവണ ഹജ്ജ് സ്റ്റോപ്പ് ആയതായ സംഭവങ്ങൾ കാണാം. ചിലപ്പോൾ ഇങ്ങനെയുള്ളതായ ഒബാ കാരണത്താൽ, ഒബാ എന്ന് പറഞ്ഞാൽ പകർച്ചവ്യാധി കാരണത്താൽ, കോളറ പോലത്തെ രോഗങ്ങൾ കാരണത്താൽ ഹജ്ജ് സ്റ്റോപ്പ് ആയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇസ്ലാമിന്റെ ശത്രുക്കളായ അള്ളാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന, അള്ളാഹു അല്ലാത്തവരെ കറക്കുന്ന, നേർച്ചയാക്കുന്ന, അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു തആല അൻഹുവിനെ ദൈവമായി കാണുന്ന, അവരെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന, അവർക്ക് നേർച്ചയാക്കുന്ന ഹസൻ, ഹുസൈൻ, ഫാത്തിമ എന്നീ മഹാത്മാക്കളായ നമ്മുടെ നേതാക്കളെ വിളിച്ച് പ്രാർത്ഥിച്ച് അള്ളാഹുവിനെ തരം താഴ്ത്തുന്ന ഷിയാക്കളെ പോലത്തതായ അവരുടെ നേതൃത്വങ്ങളാകുന്ന കറാമിത്തക്കാരുടെ കാലഘട്ടത്തിൽ അവരുണ്ടാക്കിയതായ അപകടത്തിലൂടെ ഇവിടെ പല കാലഘട്ടങ്ങളിൽ ഹജ്ജ് സ്റ്റോപ്പ് ആയിട്ടുണ്ട്. അപ്പോൾ ഹജ്ജ് ഇല്ലാത്തതായ സന്ദർഭങ്ങൾ പകർച്ചവ്യാധിയിലൂടെ സംഭവിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഷിയാക്കളിലൂടെയും അതുപോലെ തന്നെ മറ്റു പല വിപ്ലവങ്ങളിലൂടെയും സംഭവിച്ചിട്ടുണ്ട്. ആ വിപ്ലവങ്ങളിലൂടെ സംഭവിച്ചത് യഥാർത്ഥത്തിൽ സുരക്ഷിതത്വം പക്കത്തില്ല എന്ന് കണ്ടതുകൊണ്ടാണ് ആ കാലഘട്ടത്തിലുള്ള നേതൃത്വങ്ങൾ വേണ്ടാന്ന് വെച്ചത്. അത് തന്നെയാണ് ഇപ്പോഴും സംഭവിക്കുന്നത്. സുരക്ഷിതത്വം പക്കത്ത് ഉണ്ടാകുന്ന സന്ദർഭത്തിലല്ലാതെ ഹാജിമാർ വന്നു കഴിഞ്ഞാൽ അവരിവിടെ കടക്കുമ്പോൾ മക്കയിലേക്ക് ഹറമിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ അവന് സുരക്ഷിതത്വം ലഭിച്ചു എന്ന് അല്ലാഹു പറയുന്ന ആ തത്വത്തിന്റെ ഘടക വിരുദ്ധമായി മാറുന്നില്ലേ? എന്ത് സംഭവിച്ചാൽ പകർച്ചവ്യാധി ഉള്ളവർ വന്നാൽ, പകർച്ചവ്യാധി ഉള്ള സമയത്ത് വന്നാൽ, ഇങ്ങനെയുള്ള സന്ദർഭത്തിൽ ഹജ്ജ് ചെയ്യുമ്പോൾ അവർക്ക് എങ്ങനെയാണ് വിട്ടു നിൽക്കാൻ സാധിക്കുക? ഹജ്ജ് സംഭവിക്കുമ്പോൾ ഇവിടെ വരുമ്പോൾ നിങ്ങൾക്ക് അറിയാവുന്നതുപോലെ 2-3 മില്യണൊക്കെ ഹാജിമാര് ഹജ്ജ് ചെയ്യുക എന്നതിൽ കൂടി ലോകത്തിൽ നിന്നിട്ട് വരുന്നതായ പല രോഗമില്ലാത്ത മുസ്ലിംകൾക്കെല്ലാം രോഗമുണ്ടാവാൻ കാരണമായി തീരുന്നു എന്നത് പറഞ്ഞറിയിക്കേണ്ടതില്ല. അങ്ങനെയുള്ള മഹാവിപത്തിൽ നിന്നിട്ട്, അപകടത്തിൽ നിന്നിട്ട് മോചനം നൽകാൻ വേണ്ടിയാണ് സൗദി ഗവൺമെന്റ് സൗദി അറേബ്യക്ക് പുറത്തുനിന്ന് വരുന്നതായ ഹാജിമാർക്ക് തൽക്കാലമായി ഈ വർഷം ഹജ്ജ് വേണ്ട എന്ന് തീരുമാനിച്ചത്. എന്നാൽ ഈ തീരുമാനത്തെ മക്ക ഇമാം എന്ന് ഖുത്ബയുടെ പ്രസംഗത്തിന്റെ സമാപനത്തിൽ ഉണർത്തുകയും ചെയ്തു. മഹാനായ ഇബ്രാഹിം അലൈഹിസ്സലാം, ഇസ്മായിൽ അലൈഹിസ്സലാം എല്ലാം ശുദ്ധീകരിക്കാൻ വേണ്ടി അള്ളാഹുവോട് കൽപ്പിച്ചതായ വിശുദ്ധ കഅബയിലേക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല കൊല്ലം പ്രതി ഇവിടെ ഹജ്ജിന് വേണ്ടി ക്ഷണിക്കപ്പെട്ട അള്ളാഹുവിന്റെ ആ ഭക്തജനങ്ങളായ ഹാജിമാർ വരുമ്പോൾ ഇവിടെ ശുദ്ധീകരണം എന്നതായ ആ തത്വവും ആ സുരക്ഷിതത്വം എന്നതായ ആ തത്വവും ഇവിടെ നടപ്പാക്കാനുള്ള ചുറ്റുപാട് അന്തരീക്ഷം ഇല്ലാതെയായി മാറിപ്പോകുമോ എന്ന പേടി കൊണ്ടാണ് ഗവൺമെന്റ് അത് വേണ്ട എന്ന് വെച്ചത്. അതുകൊണ്ട് അങ്ങനെയുള്ളതായ അപകട മേഖലയിൽ അങ്ങനെ സംഭവിക്കുന്നത് കൊണ്ട് ഇസ്ലാമിക വീക്ഷണത്തിൽ, ദീനിന്റെ വീക്ഷണത്തിൽ തെറ്റില്ല എന്ന മുസ്ലിം പണ്ഡിതന്മാരുടെ ഫത്വ അവർക്ക് ലഭിക്കുകയും ചെയ്തത് കാരണത്താലാണ് അത് സംഭവിച്ചത്. അതേസമയത്ത് ഹജ്ജ് സ്റ്റോപ്പ് ആകുന്നില്ല. 40ഓളം തവണ ഇവിടെ ഹജ്ജ് സ്റ്റോപ്പ് ആയിരുന്നു എന്ന് ഞാൻ സൂചിപ്പിച്ചല്ലോ. എന്നാൽ ഈ വർഷം സംഭവിക്കുന്നത്
ഹജ്ജ് സ്റ്റോപ്പ് ആകുന്നതല്ല, മറിച്ച് ഹജ്ജ് ഇവിടെ സംഭവിക്കും. അറഫയിൽ ജനങ്ങൾ ഒരുമിച്ച് കൂടും, മിനയിലും ഒരുമിച്ച് കൂടും, കല്ലേറും നടക്കും, അറവുകൾ നടക്കും. പക്ഷേ വളരെ പരിമിതമായ സൗദി ഗവൺമെന്റ് അനുവദിച്ച ഇവിടെയുള്ള ഈ പ്രത്യേക വബാ ആകുന്ന ഈ മാരകമായ രോഗം, ഈ രോഗത്തിൽ നിന്നിട്ട് സുരക്ഷിതത്വം ലഭിക്കാനുള്ളതായ നിയമവ്യവസ്ഥ അനുസരിച്ചിട്ട് ഇവിടെയുള്ളതായ സ്വദേശികളും വിദേശികളുമായ ആൾക്കാരിൽ നിന്നിട്ട് സെലക്ട് ചെയ്യപ്പെട്ടതായ വിഭാഗം ഹജ്ജിന് വേണ്ടി കൊല്ലം പോവുകയും ചെയ്യും. അവരിലൂടെ ഹജ്ജ് നടക്കുകയും ചെയ്യും. എന്നാൽ ഹജ്ജല്ല സ്റ്റോപ്പ് ആകുന്നത്. പക്ഷെ വിദേശത്ത് നിന്ന് വരുന്നവർ ഈ കൊല്ലം വരുന്നില്ല. അള്ളാഹുവേ, ഞങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ഈ ഓബാവോട് വിടവാങ്ങി, ഈ കൊറോണയോട് വിടവാങ്ങി, ഈ മാരകമായ രോഗത്തോട് വിടവാങ്ങി ഞങ്ങൾക്ക് ഹജ്ജ് നിർവഹിക്കുവാൻ, ഞങ്ങൾക്ക് ഉംറ നിർവഹിക്കുവാൻ, ഞങ്ങൾക്ക് മസ്ജിദുൽ ഹറാമിലേക്ക് മുസ്ലിം ലോകത്തിന് ചെല്ലുവാനുള്ള ചുറ്റുപാട് ഉണ്ടാക്കി തരണമേ രക്ഷിതാവേ എന്ന് നമുക്ക് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാം. എന്നാൽ സഹോദരന്മാരെ, സഹോദരികളെ, ഇന്ന് മസ്ജിദുൻ നബവിയിൽ ഡോക്ടർ ഹുസൈൻ ആല ഷേഖ് സംസാരിച്ചത് അള്ളാഹു ചെയ്തതായ ആ നിഅമത്താകുന്ന, ആ വലിയ നിഅമത്താകുന്ന ആരോഗ്യത്തെ കുറിച്ചായിരുന്നു. നിഅമത്താനി മഗ്ബൂനും ഫീഹിമാ കസീറുൻ മിനൻ നാസ് അസ്സിഹ്ഹത്തു വൽ ഫറാഗ്. രണ്ട് നിഅമത്ത് മനുഷ്യന്മാരിൽ നിന്നിട്ട് അധിക പേരും ആ നിഅമത്തിന് നൽകേണ്ടതായ ശുക്ർ നൽകിയിട്ട് അതിലൂടെ നേടിയെടുക്കേണ്ടതായ നേട്ടം നേടുന്നതിൽ പരാജയപ്പെട്ടവരാണ്. അങ്ങനെയുള്ള രണ്ട് നിഅമത്തുണ്ട്. അതെന്തൊക്കെയാണ്? അസ്സിഹ്ഹത്തു വൽ ഫറാഗ്. ഒന്ന് ആരോഗ്യം, മറ്റൊന്ന് ഒഴിവ്, ഫ്രീ. അപ്പോൾ ആരോഗ്യം ലഭിക്കുക അല്ലെങ്കിൽ ടൈം ഫ്രീ ആയി ലഭിക്കുക, ഇത് മഹാനിയമത്താണ്. ഈ രണ്ട് നിയമത്തിനെ ഉപയോഗപ്പെടുത്തുന്നതിൽ ജനങ്ങൾ നിന്നിട്ട് പലരും പരാജയപ്പെട്ടവരാണ് എന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ സഹിഹായ ഹദീസിനെ ചൊല്ലിയും കൊണ്ട് അതിന്റെ വിശദീകരണം നൽകിയും കൊണ്ടായിരുന്നു ഇന്ന് മദീന ഇമാം സംസാരം ആരംഭിച്ചത്. ഇന്ന ശബാബ വൽ ഫറാഗ വൽ ജദ മഫ്സദത്തുൽ ലിൽ മർഇ അയ്യ മഫ്സദ എന്ന് കവി പറയുന്നു. ഇന്ന ശബാബ വൽ ഫറാഗ വൽ ജദ, യഥാർത്ഥത്തിൽ ഒരു മനുഷ്യൻ യുവാവാവുക എന്നതും അതുപോലെ അവൻ ഒഴിവുണ്ടാവുക എന്നതും അതുപോലെ തന്നെ അവന് സമ്പത്തുണ്ടാവുക എന്നതും ഇതൊക്കെ മഫ്സദത്തുൽ മർഇ അയ്യ മഫ്സദ, മനുഷ്യൻ അതിലൂടെ നാശത്തിലേക്കും നഷ്ടത്തിലേക്കും ചെന്നു പോകുന്നതാണ് അതിനെ ശരിക്ക് കൈകാര്യം ചെയ്തില്ലെങ്കിൽ എന്ന് കവി പറഞ്ഞത് വളരെ സത്യമാണ്. റസൂൽ പറയുന്നു, ബാദിറു, നിങ്ങൾ അമാലു സാലിഹാത്ത് ചെയ്തുകൊണ്ട്, സൽക്കർമ്മങ്ങൾ ചെയ്തുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് കൊതിക്കുക. ഹൽ തൻതദറൂന ഇല്ലാ ഫഖറൻ മുൻസിയ, നിങ്ങൾക്ക് ദാരിദ്ര്യം നിങ്ങൾ പ്രതീക്ഷിക്കുകയാണോ? നിങ്ങളുടെ കൂടെ ഇപ്പോൾ സമ്പത്തില്ലേ, കഴിവില്ലേ? നിങ്ങൾ എന്തുകൊണ്ട് അത് ഉപയോഗപ്പെടുത്തുന്നില്ല? ഔദിനൻ മുത്ഖിയ, അല്ലെങ്കിൽ നിങ്ങൾ പ്രതീക്ഷിക്കുന്നത് നിങ്ങളെ നഷ്ടപ്പെടുത്തി കളയുന്ന, നിങ്ങളെ അള്ളാഹുവിന്റെ കൽപ്പനയ്ക്ക് വിപരീതം പ്രവർത്തിക്കുന്നവരാക്കി മാറ്റുന്ന രൂപത്തിലുള്ളതായ സമ്പത്ത് നിങ്ങൾക്ക് വരണമെന്നതാണോ? അങ്ങനെ നിങ്ങൾ സമ്പത്ത് കൂടുതൽ ഉണ്ടായി കഴിഞ്ഞാൽ ഇന്നൽ ഇൻസാന ലയത്ഗാ അർആഹു ഇസ്തഗ്നാ എന്നാണ് അല്ലാഹു ഖുർആനിൽ പറഞ്ഞത്. മനുഷ്യൻ എപ്പോഴാണ് ധിക്കാരിയായി മാറുക? അവൻ സമ്പത്തുള്ള ആളായി മാറുമ്പോഴാണ് അധികവും. അപ്പോൾ അങ്ങനെയുള്ളതായ നിങ്ങളെ വഴികളിലേക്ക് ക്ഷണിക്കുന്നതായ അങ്ങനെയുള്ള ആ ദിന ആണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? ഐശ്വര്യമാണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? അത് മഹാ അപകടത്തിലേക്ക് ചെന്ന് ചേർക്കുന്നതാണ്. അതുകൊണ്ട് പെട്ടെന്ന് നിങ്ങൾ സൽക്കർമ്മങ്ങൾ ചെയ്തിട്ട് അള്ളാഹുലേക്ക് കുതിക്കുക. അതുപോലെ തന്നെ നിങ്ങളെ നശിപ്പിക്കുന്ന, ഇന്ന് മദീന ഇമാമിന്റെ വിഷയം അതാണ്, നിങ്ങളുടെ ആരോഗ്യത്തെ നശീകരിക്കുന്ന, നഷ്ടപ്പെടുത്തുന്നതായ രോഗം വരുന്നതിന് മുമ്പ് എപ്പോഴും രോഗം വരും, എപ്പോഴും പ്രയാസം വരും, എപ്പോഴും കിഡ്നി സ്റ്റോപ്പ് ആവും, എപ്പോഴും ബെൻകിരിയാസ് സ്റ്റോപ്പ് ആവും, എപ്പോഴും എന്റെ ഹാർട്ട് സ്റ്റോപ്പ് ആവും. ഇതൊന്നും ആർക്കും പറയാൻ പറ്റുന്നതല്ല. അതുകൊണ്ട് രോഗം വരുന്നതിന് മുമ്പ്, രോഗം വന്നു കഴിഞ്ഞാൽ നീ ഇപ്പോൾ നിസ്കരിക്കുന്ന വ്യക്തി ഇന്ന് നിസ്കരിക്കേണ്ടി വരും. ചിലപ്പോൾ ഇന്ന് നിസ്കരിക്കാനും പറ്റൂല, ചിലപ്പോൾ നിസ്കരിക്കാൻ തന്നെ പറ്റൂല. അങ്ങനെയുള്ള അപകടത്തിലേക്ക് എത്തുന്നതിന് മുമ്പ് ഇപ്പോഴുള്ള ആരോഗ്യത്തെ ഉപയോഗിച്ചുകൊണ്ട് നീ അള്ളാഹുലേക്ക് കൊതിക്കുക, അള്ളാഹുവിന്റെ അനുഗ്രഹത്തിലേക്ക് കൊതിക്കുക, അള്ളാഹുവിന്റെ കൽപ്പന ജീവിതത്തിൽ പകർത്താൻ വേണ്ടി കൊതിക്കുക. അല്ല അല്ലെങ്കിൽ നിന്നെ കടത്തിക്കളയുന്ന, വിരിപ്പിൽ കടത്തിക്കളയുന്ന രൂപത്തിലുള്ളതായ വാർദ്ധക്യം, ആ വാർദ്ധക്യം നിനക്ക് കൊണ്ടു കഴിഞ്ഞാൽ നിനക്കൊന്നും കാട്ടാൻ സാധിക്കുന്നതല്ല. നിന്നെ സഹായിക്കാൻ മറ്റുള്ളവർ വേണം, നിനക്ക് ഒന്ന് പിടിപ്പിക്കാൻ ആള് വേണം, നിന്നെ എണ്ണിപ്പിക്കാൻ ആള് വേണം, നിനക്ക് നിസ്കരിക്കാൻ ആള് വേണം. അങ്ങനെയുള്ളതായ സന്ദർഭത്തിലേക്ക് നീ എത്തുന്നതിന് മുമ്പായി നീ ഈ കിട്ടിയതായ ആരോഗ്യത്തെ, ഈ കിട്ടിയതായ ടൈമിനെ നീ ഉപയോഗിക്കുക എന്ന് നബിയുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ ഉണർത്തുന്നു. ഔ മൗതൻ മുജ്ഹിസ, നിനക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്ത രൂപത്തിലുള്ള ആ കണ്ടാമൃഗമാകുന്ന മരണം നിന്നെ പിടികൂടുന്നതിന് മുമ്പായിട്ട് നീ
അള്ളാഹുന്റെ കൽപ്പന അനുസരിച്ചിട്ട് നിന്റെ ആരോഗ്യത്തെ ഉപയോഗിച്ചുകൊണ്ട് നിനക്ക് അള്ളാഹു തന്നതായ ഈ നിഅമത്തിൽ ഉപയോഗിച്ചുകൊണ്ട് അള്ളാഹുലേക്ക് ഉദിക്കാൻ വേണ്ടി നീ പാടുപെടുക. ദജ്ജാൽ പുറപ്പെടുന്നതിന് മുമ്പായിട്ട് പ്രതീക്ഷിക്കപ്പെടുന്ന വ്യക്തികളിൽ ഏറ്റവും അപകടം പിടിച്ചതായ ഒരു വ്യക്തിയാണ് ദജ്ജാൽ എന്ന് പറഞ്ഞാൽ. അല്ല നിങ്ങൾ കാക്കുന്നത് നിങ്ങൾ ഖിയാമത്ത് നാളിനെയാണോ? ഈ പറഞ്ഞതെല്ലാം റസൂൽ ചോദിക്കുന്നത് നിങ്ങളോട് ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങൾ കാത്തിരിക്കുകയാണോ? എന്തേ നിങ്ങൾ അമൽ ചെയ്യാത്തത്? എന്തേ നിങ്ങൾ അല്ലാഹുവിലേക്ക് ഉദിക്കാത്തത്? അവസാനം ചോദിക്കുകയാണ് നിങ്ങൾ പ്രതീക്ഷിക്കുന്നത് ഖിയാമത്ത് നാളിനെയാണോ? ഖിയാമത്ത് നാൾ ആണെങ്കിൽ ഈ മുമ്പ് പറഞ്ഞതിനേക്കാളും ഏറ്റവും കൈപ്പുള്ളതായ സാധനമാണ്. ഒരു നിമിഷം പോലും നിനക്ക് ഒന്നും കാട്ടാൻ സാധിക്കുന്നതല്ല. മരണപ്പിടി അവിടുന്ന് പിടിക്കപ്പെടും, ലോകമാസകലം പിടിക്കപ്പെടും, ലോകമാസനം തകരപ്പെടും. ആ സന്ദർഭത്തിൽ പിന്നെ എനിക്ക് രക്ഷ എന്ന് പറഞ്ഞ് ഒരു പ്രയോജനമില്ലാത്തതായ സന്ദർഭമാണ്. ഇങ്ങനെയുള്ളതായ സന്ദർഭങ്ങളെ പ്രതീക്ഷിക്കുകയാണോ? എന്തേ മനുഷ്യ നീ അള്ളാഹുലേക്ക് വരാത്തത്? എന്തേ മനുഷ്യ അള്ളാഹുവിന്റെ കൽപ്പന അനുസരിക്കാത്തത് എന്ന ചോദ്യമാണ് ഈ ഹദീസിലൂടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചത്. ഖുർആനിലുള്ളതായ ചില ആയത്തുകളും ഇന്ന് മക്ക ഇമാം ഓതിയ കൂട്ടത്തിൽ പെട്ടിരുന്നു. വലനബുലുവന്നകും ബിശൈഇൻ മിനൽ ഖൗഫി വൽ ജൂഇ വനഖ്സി മിനൽ അംവാലി വൽ അൻഫുസി വസ്സമറാത്തി വബശ്ശിരിസ് സാബിരീൻ. കഴിഞ്ഞ ആഴ്ച നാം കേട്ട ആയത്താണത്. അല്ലാഹു പറയുന്നു, നിങ്ങളെ ഞാൻ പരിശോധിക്കും, ഭയം കൊണ്ട് പരിശോധിക്കും. ഭയം പരീക്ഷണങ്ങളിൽ പരീക്ഷണമാണ്. അതുപോലെ തന്നെ വിശപ്പ് പരീക്ഷണങ്ങളിൽ പരീക്ഷണമാണ്. അതുപോലെ തന്നെ സമ്പത്ത് നഷ്ടപ്പെടുക, സമ്പാദ്യം നഷ്ടപ്പെടുക, സന്താനങ്ങൾ നഷ്ടപ്പെടുക, കുടുംബം മരിച്ചു പോവുക, ഇതൊക്കെ പരീക്ഷണത്തിൽ ചില പരീക്ഷണമാണ്. അങ്ങനെയുള്ള പരീക്ഷണത്തിൽ നിന്നിട്ട് ഒരു മഹാപരീക്ഷണമാകുന്ന ഭയം ആണ് ഇപ്പോൾ നമ്മെ പിടികൂടിയിട്ടുള്ളത്. എന്ത് ഭയം? അങ്ങും ഇങ്ങും തൊട്ടുകൂടാ, അങ്ങും ഇങ്ങും തൊണ്ടിക്കൂടാ, അങ്ങും ഇങ്ങും അടുത്തുകൂടാ. ഭയമാണ്. എന്തിനെ ഭയം? കൊറോണയെ ഭയം. പക്ഷേ അള്ളാഹുവിനെ ഭയപ്പെടേണ്ടതുപോലെ ഭയപ്പെട്ടവരെ സംബന്ധിച്ചിടത്തോളം തീർച്ചയായിട്ടും അള്ളാഹുലേക്ക് തവക്കുലാക്കി കഴിഞ്ഞാൽ അതോടുകൂടി കാരണങ്ങളൊക്കെ നാം കൈക്കൊള്ളുകയും മാസ്ക് പോലത്തതായ അതിൽ നിന്ന് ദൂരപ്പെട്ട് നിൽക്കാൻ വേണ്ടി ആവശ്യമുള്ളതായ കാരണങ്ങൾ ഉപയോഗിച്ചതിന് ശേഷം അള്ളാഹുലേക്ക് തവക്കുലാക്കി കഴിഞ്ഞാൽ അള്ളാഹുലേക്ക് വരമേൽപ്പിച്ചു കഴിഞ്ഞാൽ അതവന് മതി. അപ്പോൾ അള്ളാഹുവിന് വരമേൽപ്പിക്കുന്നതിൽ പെട്ടതാണ് എന്ത്? വയസ്സും പ്രായമുള്ളവര് വീട്ടിലിരിക്കണമെന്ന് പറഞ്ഞതും, അതുപോലെ തന്നെ ചെറിയ കുട്ടികള് വീട്ടിലിരിക്കണമെന്ന് പറഞ്ഞതും, അതുപോലെ തന്നെ പോകുന്നവർ തന്നെ പള്ളിയിലേക്ക് പോയാൽ വിട്ടു നിൽക്കണമെന്ന് പറഞ്ഞതും, അതൊക്കെ ഇന്ന് നമുക്ക് പറയാതെ അറിയുന്ന യാഥാർത്ഥ്യമാണ്. ഇങ്ങനെയുള്ളതായ അപകട മേഖലയിൽ, ഇങ്ങനെയുള്ള പ്രയാസ മേഖലയിൽ കാട്ടേണ്ടതായ കാരണങ്ങളിൽ പെട്ടതായ ഇസ്ലാം അനുവദിച്ചതായ ഭാഗങ്ങളിൽ പെട്ടതാണ്. അതോടൊപ്പം നാം എന്ത് വേണം? അള്ളാഹുലേക്ക് വരമേൽപ്പിക്കുക എന്നത് ആദ്യം വെക്കണം. അള്ളാഹുലേക്ക് വരമേൽപ്പിക്കാതെ ഒന്നിനും ഒരു പ്രയോജനം ഉണ്ടാകുന്നതല്ല. മാമിൻ മുസ്ലിമിൻ യുസീബുഹു അദം മിൻ മർദിൻ ഫമാ സിവാ ഇല്ലാ ഹത്തല്ലാഹു ലഹു സയ്യിആതിഹി കമാ തുഹത്തു ശജറതു വറഖുഹാ. റസൂലുള്ളാഹി പറയുന്നു, ഒരു മുസ്ലിം അവന് വല്ല രോഗങ്ങളിലൂടെ, പ്രയാസത്തിലൂടെ അവന് ഇവിടെ ഒരു മുസീബത്ത് തട്ടിക്കഴിഞ്ഞാൽ അതിലൂടെ അവന്റെ ദോഷങ്ങൾ അവനിൽ നിന്നിട്ട് വീഴ്ന്നു പോകുന്നതാണ്. ഏതുപോലെ വൃക്ഷത്തിൽ നിന്നിട്ട് ഇലകൾ വീഴുന്നത് പോലെ എന്ന് നബിയുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം രോഗം പിടിപെട്ടിട്ട് പ്രയാസപ്പെടുന്നതായ ഉമ്മു സായിബി എന്ന ഒരു സഹാബി സ്ത്രീയുടെ മുമ്പിൽ കൂടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിട്ടുകിടക്കുകയുണ്ടായി. മാലിക്കിയ ഉമ്മു സായിബി, എന്തേ നിങ്ങൾ പ്രയാസപ്പെടുന്നു? അഥവാ വിറക്കുകയാണ്. അതാണ് പ്രയാസപ്പെട്ടുകൊണ്ട് പനി പിടിച്ച് വിറക്കുന്ന സന്ദർഭത്തിൽ അവർ പറഞ്ഞു, എനിക്ക് പനിയാണ്, അള്ളാഹു ബർക്കത്ത് ചെയ്യാതിരിക്കട്ടെ എന്ന് പനിക്കെതിരിൽ പ്രാർത്ഥിച്ചു. അള്ളാഹു കൊടുത്തതായ ആ രോഗത്തിനെതിരിൽ പ്രാർത്ഥിച്ചു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി, ഈ പനിയെ നിങ്ങൾ ചീത്ത പറയരുത്, നിങ്ങൾ രോഗത്തെ ചീത്ത പറയരുത്. എന്തുകൊണ്ട്? ഇങ്ങനെയുള്ള രോഗം നിങ്ങൾക്ക് പിടിപെടുമ്പോൾ നിങ്ങൾ നിന്നുള്ളതായ എല്ലാ ചെറുദോഷങ്ങൾ വീഴ്ന്നു പോകുന്നതാണ്. മറ്റു ഹദീസിന്റെ സഹായത്തോടു കൂടി. ഏതുപോലെ ഇരുമ്പിലുള്ളതായ അഴുക്കിനെ എങ്ങനെയാണ് കൊല്ലൻ ചൂട് പിടിപ്പിക്കുന്ന സന്ദർഭത്തിൽ അതിൽ നിന്നിട്ട് ഉരുകി ഇളകിപ്പോകുന്നു എന്നതുപോലെ നമുക്ക് രോഗം പിടിപെടുമ്പോൾ ആ രോഗത്തിന്റെ മുമ്പിൽ ക്ഷമ കൈകൊള്ളുകയാണെങ്കിൽ അതിലൂടെ നമ്മുടെ പാപം പുറത്തു കിട്ടുമെന്ന് നബിയുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. ഒരു മുസ്ലിമായ മനുഷ്യന് അവൻ രോഗം ബാധിച്ചാൽ അല്ലെങ്കിൽ യാത്ര ചെയ്തു കഴിഞ്ഞാൽ സുബ്ഹാനല്ലാഹ്, അള്ളാഹു നൽകുന്ന പ്രത്യേകതയിൽപ്പെട്ടതാണ് രോഗം പിടിപെട്ടു അല്ലെങ്കിൽ അവൻ യാത്രയിലായി. ആ സന്ദർഭത്തിൽ അവൻ സാധാരണ നിസ്കരിക്കുന്ന അർദ്ധരാത്രിയുള്ള നമസ്കാരം ഒഴിവാക്കേണ്ടി വരുന്നു.
സാധാരണ നമസ്കരിക്കുന്ന സുന്നത്ത് നമസ്കാരം ഒഴിവാക്കേണ്ടി വരുന്നു. സാധാരണ നമസ്കരിക്കുന്ന 4 റക്അത്ത് 2 റക്അത്താക്കി മാറ്റേണ്ടി വരുന്നു. സാധാരണ ഓതാറുള്ള ഖുർആൻ പാരായണം ചെയ്യുക എന്നത് അവന് ഓതാൻ സൗകര്യം ലഭിക്കാതെ വരുന്നു. സാധാരണ ചെയ്യുന്ന പല അധികാറുകൾ അവന് നഷ്ടപ്പെടുന്നു. യാത്ര ചെയ്യുന്ന സമയത്ത് സംഭവിച്ചേക്കാം, അപ്രകാരം രോഗത്തിലും സംഭവിച്ചേക്കാം. റസൂല് പറയുന്നു, സ്ഥിരമായി ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്ന വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ആ യാത്ര സമയത്ത് ഒഴിവായാൽ അവൻ നാട്ടിലുള്ള സമയത്ത് ചെയ്ത പ്രതിഫലം അവന് ലഭിക്കും. അതുപോലെ തന്നെ അവൻ ഒഴിവാക്കിയാൽ രോഗമുള്ള സമയത്ത്, രോഗമില്ലാത്ത സമയത്ത് അവൻ ചെയ്തുകൊണ്ടേ ഇരിക്കുന്ന അമലുകളുടെ പ്രതിഫലം അവൻ അവിടെ ലഭിച്ചുകൊണ്ടേ ഇരിക്കുമെന്ന് നബിയുനാ മുഹമ്മദ് റസൂലുള്ളാഹി സന്തോഷവാർത്ത നൽകുന്നു. ഈ രോഗം അതിന്റെ ഉറവിടം എവിടുന്നാണ്? അള്ളാഹുവാണ്. അപ്പോൾ നാം എന്ത് വേണം? അള്ളാഹുലേക്കാണ് ക്ഷമയാചന ചെയ്യേണ്ടത്, അള്ളാഹുലേക്കാണ് മടങ്ങേണ്ടത്, അള്ളാഹുവിനോടാണ് ചോദിക്കേണ്ടത്. അള്ളാഹു സുബ്ഹാനഹു വ തആലയാണ് രോഗത്തിൽ നിന്നിട്ടും കൊറോണയിൽ നിന്നിട്ടും ഒബാകളിൽ നിന്നിട്ടും എല്ലാം മുക്തനാക്കുന്നതായ വ്യക്തി റബ്ബുൽ ഇസ്സത്തി ജല്ല ജലാലുഹു മാത്രമാണ്. മനുഷ്യന്റെ കഴിവൊന്നുമില്ല. ഖുലിഖൽ ഇൻസാനു ദഈഫ, മനുഷ്യൻ വളരെ ശേഷികെട്ട ആളായിട്ടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ചിട്ടുള്ളത്. യാ അയ്യുഹന്നാസ് അൻതുമുൽ ഫുഖറാഉ ഇലല്ലാഹ് വല്ലാഹു ഹുവൽ ഗനിയ്യുൽ ഹമീദ്. മനുഷ്യരാശി ആ സകലം വിളിക്കുകയാണ്. മുസ്ലിങ്ങളെ മാത്രമല്ല, അൻതുമുൽ ഫുഖറാഉ ഇലല്ലാഹ്, നിങ്ങൾ ആ സകലം അല്ലാഹുവിലേക്ക് ആശ്രയിക്കുന്നവരാണ്. വല്ലാഹു ഹുവൽ ഗനിയ്യുൽ ഹമീദ്, അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾ എന്നിട്ട് ഐശ്വര്യവാനാണ്. നിങ്ങളുടെ ആവശ്യം അല്ലാഹുവിനില്ലേ? ഇല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല സ്തുത്യർഹനാണ്. നിങ്ങളുടെ ആവശ്യം അല്ലാഹുവിനില്ലേ? ഇല്ല. അതുകൊണ്ട് നിങ്ങൾ അല്ലാഹുവിലേക്ക് കൊതിക്കുക, അല്ലാഹുവിലേക്ക് മടങ്ങുക. തൂബൂ ഇലല്ലാഹി ജമീഅൻ അയ്യുഹൽ മുഅ്മിനൂൻ ലഅല്ലകും തുഫ്ലിഹൂൻ. ഏ സത്യവിശ്വാസികളെ, നിങ്ങൾ ആ സകലം അല്ലാഹുവിലേക്ക് പാശ്ചാത്തപിക്കുക, അല്ലാഹുവിലേക്ക് കൊതിക്കുക, അല്ലാഹുവിനോട് ക്ഷമയാചന ചെയ്യുക. ഇബ്രാഹിം നബി അലൈഹി സ്വലാം പറഞ്ഞതായിട്ട് വിശുദ്ധ ഖുർആൻ അദീമിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പഠിപ്പിക്കുന്നു, ഇദാ മരിൽതു ഫഹുവ യശ്ഫീൻ. എനിക്ക് രോഗം ബാധിച്ചാൽ എന്റെ രോഗത്തെ മാറ്റലാരാണ്? റബ്ബുൽ ഇസ്സത്തി ജല്ല ജലാലുഹു. ആരാണ് ഇത് പറയുന്നത്? മൊയ്തീശേഖല്ല, ദിഫായി ശേഖല്ല, മമ്പർത്ത് തങ്ങളല്ല, ഖബറാളികളല്ല, മറിച്ച് നമ്മുടെ നേതാവായ, നബിമാരുടെ നേതാവായ, തൗഹീദ് ലോകത്തിന്റെ മുമ്പിൽ വിജയ പതാക കഅബയിലൂടെ മക്കയിലൂടെ പറപ്പിച്ച വ്യക്തിയായ ഖലീലുല്ലാഹി ഇബ്രാഹിം. അല്ലാഹുവിന് 2 ഖലീലന്മാർ മാത്രമാണ് ഭൂമിയിലുള്ളത്. അതൊന്ന് ഖലീലുല്ലാഹി ഇബ്രാഹിം, മറ്റൊന്ന് ഖലീലുല്ലാഹി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇബ്രാഹിം അലൈഹിസ്സലാം ഈ 2 വ്യക്തിത്വത്തിൽ ഒരാളാണ് ഇബ്രാഹിം. ആ ഇബ്രാഹിമിനെ കൊണ്ട് അല്ലാഹു പറയിപ്പിക്കുന്നത്, എനിക്ക് വരെ രോഗം ബാധിച്ചാൽ എന്റെ രോഗത്തെ മാറ്റാൻ അല്ലാഹു മാത്രം. തങ്ങളല്ല, കൾക്കപ്പിള്ളമാരല്ല, ജിന്നല്ല, മനുഷ്യന്മാരല്ല, വലിയമാരല്ല, ഖബറാളികളല്ല, ഒന്നും തന്നെയല്ല. ആർക്കും അതിനുള്ള കഴിവുള്ള കൊടുത്തിട്ടില്ല, കൊടുക്കുന്നതുമല്ല. അതുകൊണ്ട് അവരോട് ചോദിക്കാൻ പാടില്ല എന്ന തത്വം മുസ്ലിം ലോകത്തെ പഠിപ്പിക്കാൻ വേണ്ടി തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇബ്രാഹിം അലൈഹിസ്സലാമിനെ കൊണ്ട് പറയിപ്പിച്ച പദമാണ് ഇദാ മരിൽതു ഫഹുവ യശ്ഫീ. എനിക്ക് രോഗം ബാധിച്ചാൽ അല്ലാഹുവാണ് എന്റെ രോഗത്തെ മാറ്റുക. ഇത് നബിയെ കൊണ്ട്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ നാവ് കൊണ്ട് ഇബ്രാഹിം പറഞ്ഞതായിട്ട് വിശുദ്ധ ഖുർആൻ അദീമിലൂടെ വഹിയായിട്ട് ഈ വിശുദ്ധ നാട്ടിലേക്ക് ഇറക്കി. അപ്പോൾ നമുക്കും അതിൽ പാഠമാണ്. നാം അതിൽ നിന്നിട്ട് പാഠം പഠിക്കാൻ വേണ്ടിയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അത് ചെയ്യാൻ കാരണമെന്നർത്ഥം. ഇങ്ങനെയുള്ളതായ ഈ അർത്ഥവത്തായ, അർത്ഥഗാംഭീര്യ ഉൾക്കൊള്ളുന്നതായ കാര്യങ്ങളൊക്കെ ഉൾക്കൊള്ളുന്ന ഭാഗങ്ങളാണ് ഇന്ന് മദീന ഇമാമും മക്ക ഇമാമിനെ പോലെ ചർച്ച ചെയ്തത്. വിശുദ്ധ മസ്ജിദ് നബവിയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മെമ്പർ ഉണ്ടായിരുന്ന സ്ഥലത്തുള്ള മെമ്പറിൽ കയറി പ്രസംഗിച്ച സന്ദർഭത്തിൽ ഡോക്ടർ ഹുസൈൻ ആല ഷെയ്ഖ്, ഇന്നത്തെ ഖതീബ് മദീനയിൽ അദ്ദേഹമായിരുന്നു. അദ്ദേഹം സംസാരിച്ച വിഷയം രോഗത്തെ കുറിച്ചാണ്. എങ്കിലും നമുക്ക് ഇപ്പോൾ പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഈ രോഗം, ഈ മാരകമായ രോഗം, അത് പിടിപെട്ടവരായ മുസ്ലിങ്ങൾ എന്നിട്ടെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല ആ രോഗത്തെ സുഖപ്പെടുത്തട്ടെ, ആ രോഗത്തെ സുഖപ്പെടുത്തട്ടെ. ആർക്കെല്ലാം അത് ആ രോഗത്തിലൂടെ മരിക്കേണ്ടി വന്നുവോ അവർക്കെല്ലാം അല്ലാഹു പുറത്തു കൊടുക്കട്ടെ. നമ്മളിൽ നിന്നിട്ട് മരണപ്പെട്ടവർക്ക് അല്ലാഹു പുറത്തു കൊടുക്കട്ടെ. അപ്രകാരം തന്നെ ആരെല്ലാം അതിൽ കൂടെ പ്രയാസപ്പെട്ടവരുണ്ടോ അവർക്കെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല തക്കതായ പ്രതിഫലം നൽകട്ടെ. അല്ലാഹുവിനോട് നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. അല്ലാഹുവേ, ഈ കൊറോണയെ, ഈ പരീക്ഷണത്തെ, ഈ വബാഇനെ ഞങ്ങൾ നിന്നിട്ട് നീ പെട്ടെന്ന് ഉയർത്തണേ രക്ഷിതാവേ, ഞങ്ങൾ നിന്നിട്ട് പെട്ടെന്ന് ഉയർത്തണേ രക്ഷിതാവേ. ഞങ്ങൾക്ക് എല്ലാവർക്കും പള്ളിയിലേക്ക് ചെല്ലുവാനും ഹറമുകളിലേക്ക് ചെല്ലുവാനും ഹജ്ജ് ചെയ്യുവാനും ഉംറ ചെയ്യുവാനും ജമാഅത്തായിട്ട് നമസ്കരിക്കുവാനും ഞങ്ങളെല്ലാം ചെയ്തുകൊണ്ടിരുന്നതായ
പ്രബോധന മേഖലയിൽ പ്രബോധനം ചെയ്തവര്, എഴുത്തുകാരുടെ മേഖലയിൽ, പ്രാസംഗികന്മാർ പ്രസംഗത്തിന്റെ മേഖലയിൽ, ഏതെല്ലാം മേഖലകളിൽ ആരെല്ലാം എന്തെല്ലാം നിന്റെ മതത്തിന് വേണ്ടി പ്രവർത്തിച്ചവരുണ്ടോ അവർക്കെല്ലാം രംഗത്തിറങ്ങുവാൻ, അവർക്കെല്ലാം ചെയ്തിരുന്നതായ ദഅവത്തും ചെയ്തിരുന്നതായ സേവനങ്ങളും ചെയ്യാനുള്ളതായ ചുറ്റുപാട് നീ ഉണ്ടാക്കി കൊടുക്കണേ രക്ഷിതാവേ. അപ്രകാരം തന്നെ ഈ ഇങ്ങനെയുള്ളതായ മാരകമായ രോഗത്തിലൂടെയും ഇങ്ങനെയുള്ളതായ ഒബായിലൂടെയും ലോകം പഠിക്കേണ്ട പാഠം, പ്രത്യേകിച്ച് മുസ്ലിം ലോകം പഠിച്ച് ഗ്രഹിച്ച് മനസ്സിലാക്കി അവർ ചെയ്തിരുന്ന അള്ളാഹു ഇഷ്ടപ്പെടാത്തതായ അന്തരീക്ഷങ്ങളെ ഒഴിവാക്കി അള്ളാഹു ഇഷ്ടപ്പെട്ട അന്തരീക്ഷം വാർത്തെടുക്കുവാൻ അവർക്ക് നീ ഇതിലൂടെ തൗഫീഖ് നൽകണേ രക്ഷിതാവേ. അപ്രകാരം ലോകത്തിലുള്ള ജനതയ്ക്ക് ആ സകലം ഇസ്ലാമിലേക്ക്, തൗഹീദിലേക്ക്, അള്ളാഹുലേക്ക് മടങ്ങാനുള്ളതായ ഒരു മാധ്യമമാക്കി മാറ്റണേ രക്ഷിതാവേ എന്ന് നമുക്ക് ആത്മാർത്ഥമായി അള്ളാഹുവിനോട് ഇത്തരണത്തിൽ പ്രാർത്ഥിക്കുകയും ചെയ്യാം. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്. اللهم اعز الاسلام والمسلمين واذل الشرك والمشركين وانصرنا على القوم الكافرين. اللهم من ارادنا واراد الاسلام والمسلمين واراد بلاد الحرمين واراد حكام وعلماء بلاد الحرمين سوءا اللهم فاشغله في نفسي. اللهم اجعل تدبيره يا حي يا قيوم. اللهم دمره يا قهار. اللهم اهلكه يا جبار. اللهم انصر من نصر الدين. اللهم خذل من خذل الدين. اللهم ارفع عنا البلاء والوباء. اللهم ارفع عنا البلاء والوباء. اللهم ارفع عن أمة محمد صلى الله عليه وسلم بما نزل بها من البلاء والوباء يا رب العالمين يا أرحم الراحمين. اللهم إنا نسأل الشقاء وسوء القضاء وشماتة الأعداء. اللهم صل على محمد وعلى آل محمد وآخر دعوانا أن الحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته.